എന്ന് മുതലാടാ 45 കഴിഞ്ഞാൽ 99 ആയത്? നിർത്തടാ, എല്ലാം ചന്തകളപ്പോൾ കിടന്ന് മഴക്കടിക്കുന്നു. ഓ, ഇവിടെ കളിക്കുകയും വേണ്ട, നിൽക്കുകയും വേണ്ട. എന്താടാ? കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. ടാക്കേസിൽ പുതിയ പടം ജിൽജിൽ മേനി സെക്സ് റാണി 6 ഇടിയുണ്ട്. നമുക്ക് പോകാം. ഓടാവിടുന്ന് ഇതെടുത്ത് പടം കണ്ടാലേ 7ാമത്തെ ഇടി അമ്മയുടെ വക നടക്കും. മലക്കറി മീനും വാങ്ങാൻ തന്നതാ. സിലിക്കൊണ്ട് പിള്ളേ. സിലിക്കല്ല, കാഞ്ചീപുരം പട്ടായിരുന്നാലും ശരി, ഈ കാശ് ഞാൻ എടുക്കൂല. എന്നാ പിന്നെ പിള്ളേത്തിന് അവിടെ നടന്നിട്ട് കാര്യമല്ല. നീ എനിക്ക് 1 രൂപ തരാറുണ്ടല്ലോ. സൗകര്യമില്ല, തല്ലി വാങ്ങിക്കോങ്ങി വാങ്ങിച്ചോ. വരടാ. വിപരീത പദങ്ങൾ എന്താണെന്ന് ഇന്നലെ ഞാൻ പഠിപ്പിച്ചല്ലോ. ഇന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ആദ്യം രവി എണീക്കൂ. പ്രധാനം. അപ്രധാനം. എണീക്കൂ. ആശ. നിരാശ. കിട്ടു പറയൂ. പ്രിയം. അപ്രിയം. പക്രു എണീക്കൂ. പക്രു പറയൂ. ശത്രു. ശത്രു അല്ലാത്തവൻ. അതല്ല, അതാണ്. ഇരയുടെ നിക്കടി അവിടെ. ഓ, എന്തു വാങ്ങാനാ കല്യാണിത്തല്ലേ? കൈ തൊട്ടാൽ പൊള്ളുന്ന വില. എന്നാ കാശ് കൊടുത്താ നല്ല സാധനം കിട്ടുമോ? അതുമില്ല. മീനെന്തോ കിട്ടി? മീനൊന്നുമില്ല. ദേ, ഇത്രേശയ്ക്കുണ്ട് 2 അയലക്കുഞ്ഞ്. രൂപയ്ക്ക് 2. 2 രൂപയ്ക്ക് വാങ്ങിയാൽ തന്നെ എന്താവാനാ? മുള അരച്ചു വെച്ചാൽ എനിക്കും അമ്മയ്ക്കും 1 നേരത്തേക്കുണ്ട്. ഇല്ല, ഞാൻ വരട്ടെ വല്യമ്മച്ചി. അല്ല, കല്യാണിക്കുട്ടി അല്ലയോ? ചേട്ടൻ എങ്ങോട്ടാ? 2 വരെ പോണം. അതാരാ ചേട്ടൻ? നമ്മുടെ കോലപ്പറമ്പിന്റെ ഭവാനിയുടെ മോനാ. അതിന് ഭവാനി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേലിക്കലും ശാന്തമ്മയുടെ 6 മക്കളും നിങ്ങളുടെ അല്ലയോ? അവളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് തനി ഒരു പെണ്ണായി പോവും. നിന്റെ പ്രായത്തിലുള്ള മറ്റു പിള്ളേർ നടക്കുന്ന കാണുമ്പോ എന്റെ ചങ്ക് കത്തുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ എനിക്കും ഉണ്ടാകണം. നിനക്കിപ്പോ എന്തിന്റെ കുറവാ? കുറവോ? എല്ലാവർക്കും അച്ഛനുണ്ട്. കോയയ്ക്ക് അച്ഛനുണ്ട്, ബിച്ചുവിന് അച്ഛനുണ്ട്, ഇങ്ങേറ്റം ഉണ്ടപ്പക്രൂന് അച്ഛനുണ്ട്. എനിക്ക് മാത്രം അച്ഛനില്ല. നിന്റെ അച്ഛനും അങ്ങേരെ കൊണ്ട് കഴിയുന്ന സഹായമെല്ലാം നമുക്ക് ചെയ്യുന്നില്ലേ? പിന്നെ അവരൊക്കെ വലിയ ആളുകളാ. ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനേ നമുക്ക് വിധിയുള്ളൂ മോനെ. അമ്മ പറഞ്ഞത് ശരിയാ. പെണ്ണുങ്ങളുടെ ജോലി പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. ഇത് അമ്മ തന്നെ ചെയ്തോ. ഞാനിപ്പം വരാം. എന്താ പരിപാടി? സിനിമ. കാശൊത്തോ? കുപ്പി ഒന്നിന് 50 പൈസ മേടിക്കാൻ വന്ന 1 രൂപ വെച്ച് കാണുമല്ലോ. കച്ചവടം ചെയ്ത് പുണ്യം കിട്ടാനാണോ? ആ, എട് ഉണ്ടാകാൻ പിടിക്കാനായിട്ട്. ഇതാ 4 കുപ്പികളുണ്ട്. ഇതുപോലത്തെ 4 കുപ്പിപ്പ് ഞാൻ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. കുപ്പിക്ക് 40 പൈസ വെച്ച് തരാം. എത്രയായിരുന്നാലും എനിക്ക് ലാഭമാ. അതെന്താ? വെറുതെ കിട്ടിയതായിരിക്കും. അല്പം പ്രയാസപ്പെട്ടു. കാശിതാ പോട്ടെ. ഇനി ഇതുപോലത്തെ കുപ്പി കിട്ടിയാ കൊണ്ടുവരണം. ഒന്നുകൂടെ ശ്രമിക്കാനുള്ള സമയമില്ല.
ആ പിന്നീട് ഒരിക്കലാവട്ടെ. സൗകര്യം പോലെ മതി. വരണടാ പോകാം. ഡേയ്, വാടാ. ഡേയ്, ഓടിക്കോ, ഓടിക്കോ. എടോ മധുരയില്ലാത്തൊരു ചായ. എവിടുന്ന് വരിക കുട്ടനായരെ? കോടതിയിൽ നിന്ന്. ഓ അത് ശരി. വഴിയെ പോയ വയ്യാവേലി എടുത്ത് തോളത്ത് വെക്കുന്ന എന്തിനാ കുട്ടനായരെ? ഈ തമ്പിമാർക്കെതിരായി കേസിന് സാക്ഷി പറയുന്നത് സൂക്ഷിച്ചു വേണം. ആ, ഈ നാട്ടിലാ ജീവിക്കേണ്ടെന്ന് ഓർമ്മ വേണം. എന്നും പറഞ്ഞ് രണ്ട് തടിയന്മാര് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ബാക്കിയുള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? തിരിച്ചു ചോദിക്കാൻ ചങ്കൂറ്റുള്ള ഒരുത്തനും ഇല്ലാഞ്ഞിട്ടാ ഇവന്മാർ ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. ഏതായാലും ഈ കേസിൽ ഞാൻ ഇവന്മാരെ കൊടുക്കും. പിന്നെ അവസാനം കുട്ടനായര് കുടുങ്ങായിരുന്നാ മതി. ഇവിടെ ഒന്ന് ഒപ്പിടണം. ഇതിൽ 40,000 രൂപയുണ്ട്. ഈ മാസത്തെ റബ്ബർ വിറ്റ കാശ. പിന്നെ എസ്റ്റേറ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ ഈ ഫയലിലുണ്ട്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് താടൂ, കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ. വായിക്കരിയാൻ രണ്ടുപിടി അരിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. ഇവര് ഈ കാശെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോടി. പുഴുങ്ങി തിന്ന്. ഓ അപ്പൊ എന്റെ സംശയം ശരിയാ. എന്തോന്ന്? അല്ല, ഇവർക്ക് സ്വല്പം ലൂസാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. കാശ് മുഴുങ്ങി തിന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെ തൊടലിനുള്ള സമയമായി. എന്റെ ആങ്ങളമാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിനക്ക് വലിയ ദണ്ണായി പോയി അല്ലേ? ഞാനൊരുത്തിന് ഇവിടെ കിടന്ന് ചക്രശ്വാസം ഇത്രയും കാലം വലിച്ചിട്ടും നിനക്കൊരു കുലുക്കമില്ല. ഒരു കുലുക്കം ഇല്ലെങ്കിലേ കണക്കായി പോയി. നിങ്ങളുടെ കയ്യിലൊരു പത്രയ്ക്ക് നല്ലതാ. എനിക്കെന്താ കുഴപ്പം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ചരിത്രമൊക്കെ. സ്വന്തം ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടെന്നറിഞ്ഞാൽ ഏത് ഭാര്യ സഹിക്കും? എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ആ തേവിളിച്ചോടെ പ്രാക്ക് കാരണം എനിക്കുണ്ടായിട്ടില്ല. അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. എന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിവാ? ഞാനൊരിക്കൽ തെളിയിച്ചിട്ടുള്ളതല്ലേ? അത് കാണാ. നീ ഞാൻ പറയുന്ന പോലെ കേൾക്കും. നിനക്ക് ഏതായാലും ഇനി കുട്ടികൾ ഉണ്ടാവില്ല. നമുക്ക് എന്റെ മോൻ പിള്ളേ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മോനായിട്ട് വളർത്താം. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്റെ കൊക്കിന് ജീവൻ എടുത്തോളം കാലം അവനെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റത്തില്ല. നിങ്ങൾ അവനെ കാണത്തുമില്ല. എന്നാ പോട്ടെ, എനിക്ക് 100 രൂപ താ. എന്തിനാ? ആ കോന്തം വായി നോക്കിക്ക് കൊടുക്കാനല്ലേ? ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല. അടങ്ങി ഒതുങ്ങി അടവാണ് വരുന്നോണം. ഇങ്ങനെ ഇരുന്ന കാര്യം നടക്കോ? എന്റെ വീട്ടിൽ നിന്ന് ഇപ്പോ ഒരു കാശ് പോലും കക്കാൻ പറ്റൂല. ആ, നമുക്കൊരു പിരിവ് നടത്താം. എന്ത് പിരിവ്? സ്കൂളിൽ സമരമാണെന്ന് പറഞ്ഞ് പിരിക്കാം. വേറെ വഴിയൊന്നുമില്ല. വാ, നമുക്ക് പിള്ളേച്ചിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ, വാടാ, ഡാ, വാ. പോകുന്ന വഴിക്ക് നമുക്ക് ബിജുവിനെ കൂടെ വിളിക്കാം. എന്താ പട്ടാളം മുഴുവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ? അടുത്ത ആഴ്ച സ്കൂളിൽ സമരം. സംഭാവന വേണം. സമരത്തിൽ എന്തിനാ സംഭാവന? ഒരുപാട് ചെലവുണ്ട്. കാശില്ലെങ്കിൽ തേങ്ങയായിട്ടോ കാലിക്കുപ്പിയായിട്ടോ മറ്റോ തന്നാ മതി. ഞങ്ങൾ വിറ്റോ. ഇടാ കൊല്ലക്കുടിയിലാണോ സൂചി കച്ചവടം? പിള്ളേച്ചന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. പിന്നെ ഇത് വിദ്യാർത്ഥി പ്രശ്നമാണ്. വെറും 1 രൂപയുടെ കാര്യത്തിൽ പിള്ളേച്ചന് എത്തിത്തനം കാണിക്കരുത്. ഞാൻ 1 രൂപ തരാം. വേണ്ടമേ, ഞാൻ കൊടുത്തേക്കാം. അമ്മങ്ങ് അകത്തേക്ക് പോ. ഒരു ഇവിടെ രക്ഷിത. ഇത് ഭഗവതി ക്ഷേത്രത്തിലെ രസീത് കുറ്റിയാണല്ലോ. ഇവന്റെ അച്ഛനെ അവിടുത്തെ ഉത്സവ കമ്മിറ്റി ക്യാഷ്യറാ. കാശിനാ പിന്നെ. പിന്നെ നീ എനിക്ക് 1 രൂപ തരാനില്ലേ? ആദ്യം ഇതിൽ കഴിച്ചോ. ഹായ്, നല്ല പൂ. ദാ, നീ അകത്തേക്ക് നോക്കിക്കോ. ആരെങ്കിലും വന്നാ പറയണം.
ആ ഇവിടുത്തെ പൂക്കൾക്കൊരു സ്വഭാവമുണ്ട്. അറിയാതെ വല്ലവരുടെയും കയ്യിൽ ചെന്നിരിക്കും. ഏ? ഞങ്ങൾ സംഭാവനയ്ക്ക് വന്നതാ. ഓ, എന്ത് സംഭാവന? സമരം. കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് നാളായില്ലേ ഇവിടെ സമരം വന്നിട്ട്. സംഭാവനയും തരാം, സമരത്തിനൊരു കാരണവും ഉണ്ടാക്കി തരാം. മൊത്തമായിട്ട് വേണോ ചില്ലറയായിട്ട് വേണോ? കൂടുതൽ ഏതാ? മൊത്തം. എന്നാ മൊത്തമായിട്ട് തന്നേര്. ആ തരാം. കുടിയില്ല, ഞാൻ പറയുന്ന ഒരു അണിഞ്ഞു പോകും. ചവിട്ടി കൈ വിട്ടോ.